എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനാണ്. എന്താണ് ഗുഡ് വിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനിലുള്ള രണ്ടാമത്തെ മെത്തേഡ്, അതായത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ 5 years ആർ എസ് ഫോളോസ്. ഒരു പ്രോഫിറ്റിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റ നോക്കുകയാണെങ്കിൽ 2012 മുതൽ 2016 വരെയുള്ള വർഷങ്ങളിൽ ലാഭം എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 20,000, 24,000, 30,000, 25,000, 18,000. അതാണ് 2012 മുതൽ 2016 വരെ വർഷങ്ങളിലുള്ള ലാഭം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് താഴെ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കണം ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 മടങ്ങ് 3 years ഓഫ് പർച്ചേസ് ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഗുഡ് വിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. നമുക്ക് പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള വെയ്റ്റുകളും താഴെ തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ വെയ്റ്റ് 1, 2, 3, 4 ആൻഡ് 5. വെയ്റ്റുകൾ 1, 2, 3, 4, 5 തന്നിട്ടുണ്ട്. അതായത് 2012 മുതൽ 2016 വരെ 1, 2, 3, 4, 5 ഇങ്ങനെയാണ് വെയ്റ്റുകളുള്ളത്. 2012 1 തുടങ്ങിക്കഴിഞ്ഞാൽ 2016 5 വരെ വെയ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കണ്ടെത്തണം, ഗുഡ് വില്ല് കണ്ടെത്തണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇയറും പ്രോഫിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് താഴെ 3 years ഓഫ് പർച്ചേസാണ്. നമുക്ക് 3 years ഓഫ് പർച്ചേസിലാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്, ഗുഡ് വില്ല് കണ്ടെത്തേണ്ടത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വെയ്റ്റുകൾ 1, 2, 3, 4, 5 ഇതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിൽ ഇതിൻ്റെ ഫോർമുല വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ് വില്ല് കണ്ടെത്തുക. ഗുഡ് വില്ലിൻ്റെ ഒരു ഫോർമുല താഴെ പറയുന്ന രീതിയിലാണ്, നമുക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതാണ് ഗുഡ് വില്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ ഫോർമുലയും നോട്ടിലുണ്ടായിരുന്നു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ ഫോർമുലയാണ് ടോട്ടൽ ഓഫ് വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് വെയ്റ്റ്. വെയ്റ്റഡ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ കണ്ടെത്തണം, അതുപോലെ തന്നെ വെയ്റ്റുകളുടെയും ടോട്ടൽ കണ്ടെത്തണം. നമുക്കിവിടെ വെയ്റ്റും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തണം, അതിൻ്റെ ടോട്ടലും വേണം. പിന്നെ വെയ്റ്റുകളുടെ ടോട്ടലും കണ്ടെത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം. അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 years ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗുഡ് വില്ല് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് തന്നിട്ടുള്ള വെയ്റ്റഡ് ടോട്ടൽ ഓഫ് വെയ്റ്റും ടോട്ടൽ ഓഫ് വെയ്റ്റഡ് പ്രോഫിറ്റും കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ ഒരു ടേബിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഓഫ് വെയ്റ്റ് ആൻഡ് വെയ്റ്റഡ് പ്രോഫിറ്റ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ 3 കോളത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എഴുതിയിട്ടുണ്ട്. ഇയർ, പ്രോഫിറ്റ്, വെയ്റ്റ്. ഇയറിൽ 2012 മുതൽ 2016 വരെ ഉണ്ട്. പ്രോഫിറ്റ് 20,000, 24,000, 30,000, 25,000, 18,000. വെയ്റ്റ് നമ്മൾ എഴുതി 1, 2, 3, 4, 5. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം, വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തണം. അതിനുശേഷം രണ്ടിൻ്റെയും ടോട്ടലും കണ്ടെത്തണം. അപ്പോൾ വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, പ്രോഫിറ്റും വെയ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെയ്റ്റഡ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അത് രണ്ടും ചെയ്ത് ടോട്ടൽ കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക, വെയ്റ്റഡ് പ്രോഫിറ്റ് 2,000 പ്രോഫിറ്റും വെയ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 20,000 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ 2012 വർഷത്തിൽ 20,000 ഇൻറ്റു 1 20,000. 2013 24,000 ഇൻറ്റു 2 48,000. 2014 30,000 ഇൻറ്റു 3 90,000. 2015 25,000 ഇൻറ്റു 4 1,00,000. 2016 18,000 ഇൻറ്റു 5 90,000. ഇങ്ങനെയാണ് വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്. പിന്നെ വെയ്റ്റ് 1, 2, 3, 4, 5 ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയ്റ്റിൻ്റെ ടോട്ടൽ 15 കിട്ടും. വെയ്റ്റഡ് പ്രോഫിറ്റും നമുക്ക് മുകളിൽ കണ്ടെത്തിയ വെയ്റ്റഡ് പ്രോഫിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,48,000 കിട്ടും. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൻ്റെ മുകളിലുള്ള ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. വെയ്റ്റിൻ്റെ ടോട്ടൽ 15, പിന്നെ വെയ്റ്റഡ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ 3,48,000.
ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് കണ്ടെത്താം? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത് 3,48,000 ഡിവൈഡഡ് ബൈ 15, നമുക്ക് കിട്ടിയത് 23,000. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? ഗുഡ് വിൽ കണ്ടെത്താം. ഗുഡ് വിൽ കണ്ടെത്താൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 23,000 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 23,000 ഇൻറ്റു 3 ചെയ്താൽ ₹69,000, 69,000 നമ്മളുടെ ഗുഡ് വിൽ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. വെയ്റ്റഡ് ആവറേജ്, സാധാരണ ആവറേജ് കണ്ടുപിടിക്കുന്നതിന് വരെ നമ്മൾ എന്ത് കണ്ടെത്തണം? വെയ്റ്റഡ് ആവറേജ് കണ്ടെത്തണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ മറ്റുള്ള ഫോർമുല വ്യത്യാസമില്ല. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസിന് വരെ ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും പ്രോഫിറ്റും വെയ്റ്റും തമ്മിൽ ഗുണിച്ചു വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തി. പിന്നെ എല്ലാ വെയ്റ്റും നമ്മൾ ആഡ് ചെയ്തു, വെയ്റ്റിൻ്റെ ടോട്ടൽ കണ്ടെത്തി. വെയ്റ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തിയ എമൗണ്ടുകളൊക്കെ ആഡ് ചെയ്തു, അതിൻ്റെ വെയ്റ്റഡ് പ്രോഫിറ്റിൻ്റെ ടോട്ടൽ കണ്ടെത്തി. ഇത് രണ്ടും തമ്മിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ഓഫ് വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്, ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തി? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി. ആ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഇൻറ്റു 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമ്മുടെ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കിട്ടി. 69,000 നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കണ്ടെത്തിയ ഗുഡ് വിൽ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസർ എഴുതിയെടുക്കുക.